In this video, I will explain fundamental rights. This chapter is very lengthy, so I will do it in 3 parts. This video includes Article 12 to Article 18. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അമേരിക്കൻ ഭരണഘടനയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉരുത്തിരിഞ്ഞത്. ഭരണഘടനയുടെ പാർട്ട് 3 ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതിൽ മൗലികാവകാശങ്ങളുടെ വളരെ നീണ്ടതും സമഗ്രവുമായ ലിസ്റ്റ് അടങ്ങിയിരിക്കുന്നു. മാഗ്ന കാർട്ട 1215 ഇംഗ്ലണ്ടിലെ കിങ് ജോൺ ആണ് സൈൻ ചെയ്തത്. മാഗ്ന കാർട്ട വളരെയധികം രാജ്യങ്ങളെ സ്വാധീനിക്കുകയും വ്യക്തികളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിയമാധിഷ്ഠിതമായ ഒരു ഭരണഘടന ആ രാജ്യങ്ങളിൽ രൂപീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം, ബേസിക് റൈറ്റ്സ് ഇവയെപ്പറ്റി വ്യക്തമായി പരാമർശിക്കുന്ന മാഗ്ന കാർട്ടയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും റിപ്പീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെ ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റായാണ് മാഗ്ന കാർട്ട ഇപ്പോഴും അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ USA ഉൾപ്പെടെ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തിന്റെയും ഭരണഘടനയിൽ കാണുന്നതിനേക്കാൾ വിശദമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ്. എല്ലാ വ്യക്തികൾക്കും വിവേചനമില്ലാതെ മൗലികാവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്നു. എല്ലാ വ്യക്തികളുടെയും തുല്യതയും പൊതുതാൽപര്യവും രാജ്യത്തിന്റെ ഐക്യവും ഇത് ഉയർത്തിപ്പിടിക്കുന്നു. രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ആദർശത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് മൗലികാവകാശങ്ങൾ നൽകുന്നത്. രാജ്യത്ത് സ്വേച്ഛാധിപത്യ ഭരണം സ്ഥാപിക്കുന്നതിനെതിരെയും ഭരണകൂടത്തിന്റെ ആക്രമണത്തിനെതിരെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും അനിയന്ത്രിതമായ നിയമങ്ങളുടെ സ്വേച്ഛാധിപത്യത്തിന് പരിമിതികളായി പ്രവർത്തിക്കുന്നതിനും ഫണ്ടമെന്റൽ റൈറ്റ്സ് ലക്ഷ്യമിടുന്നു. മൗലികാവകാശങ്ങൾ ഗ്യാരണ്ടീഡ് റൈറ്റ്സ് ആണ്, അതായത് ജസ്റ്റീഷ്യബിൾ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടാൽ അവ കോർട്ടിലൂടെ എൻഷുർ ചെയ്യാനാകുമെന്നാണ് ഇതിനർത്ഥം. ഭരണഘടന ഉറപ്പു നൽകുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നതിനാലാണ് മൗലികാവകാശങ്ങൾക്ക് ആ പേര് നൽകിയിരിക്കുന്നത്. വ്യക്തികളുടെ സമഗ്ര വികസനത്തിന് ഏറ്റവും അത്യാവശ്യമാണ് എന്ന അർത്ഥത്തിലും മൗലികാവകാശങ്ങൾ അടിസ്ഥാനപരമാണ്. നിലവിൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ആർട്ടിക്കിൾ 14 to 18 സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19 to 22 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 23 to 24 ചൂഷണത്തിനെതിരായ അവകാശം, ആർട്ടിക്കിൾ 25 to 28 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 29 to 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അതായത് നിയമപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനയുടെ തുടക്കത്തിൽ 7 മൗലികാവകാശങ്ങൾ നൽകിയിരുന്നു. 1978 44th അമെൻമെന്റിലൂടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും ആർട്ടിക്കിൾ 31 പ്രകാരമുള്ള സ്വത്തവകാശം ഡിലീറ്റ് ചെയ്യുകയും ആർട്ടിക്കിൾ 300A പാർട്ട് 12 പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി അഥവാ സ്വത്തവകാശം ഒരു ലീഗൽ റൈറ്റ് ആവുകയും ചെയ്തു. പാർട്ട് 3ൽ ആർട്ടിക്കിൾ 14 to 32 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയെന്ന് വിശദീകരിക്കുന്നു. കൂടാതെ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനിഷനെ പറ്റിയും ആർട്ടിക്കിൾ 13 ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന ഒരു ലോ വാലിഡ് അല്ല എന്നും ആർട്ടിക്കിൾ 33 to 35 ചില എക്സെപ്ഷൻസിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫസ്റ്റ് വൺ, ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസണിന് മാത്രമേ ലഭ്യമാകൂ. മറ്റുള്ളവ പൗരന്മാർ, വിദേശികൾ കൂടാതെ ലീഗൽ ആയിട്ടുള്ള കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ കമ്പനികൾ എന്നിങ്ങനെ എല്ലാവർക്കും ലഭ്യമാണ്. സെക്കൻഡ് വൺ, നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. സ്റ്റേറ്റിന് ന്യായമായ നിയന്ത്രണങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏർപ്പെടുത്താൻ കഴിയും. എന്നിരുന്നാലും അത്തരം നിയന്ത്രണങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ വ്യക്തിയുടെയും സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള അവകാശങ്ങളുടെയും ഇടയിൽ വ്യക്തിഗത സ്വാതന്ത്ര്യവും സാമൂഹിക നിയന്ത്രണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഇത് നിലനിർത്തുന്നു. തേർഡ് വൺ, ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ നടപടിക്കെതിരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിലനിൽക്കുന്നു. അവയിൽ ചിലത് സ്വകാര്യ വ്യക്തികളുടെ നടപടിക്കെതിരെയും ലഭ്യമാണ്. ഫോർത്ത് വൺ, ഭരണകൂടത്തിന്റെ അധികാരത്തിന് പരിമിതികൾ നൽകുന്ന ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് നെഗറ്റീവ് വിഭാഗത്തിലും മറ്റുള്ളവ വ്യക്തികൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകുന്നവ പോസിറ്റീവ് വിഭാഗത്തിലും ഉൾപ്പെടുന്നു. ഫിഫ്ത്ത് വൺ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റീഷ്യബിൾ ആണ്, അതായത് ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. സിക്സ്ത് വൺ,
ഫണ്ടമെന്റൽ റൈറ്റ്സ് സുപ്രീം കോടതി ഉറപ്പു നൽകുന്നതിനാൽ അവ ലംഘിക്കപ്പെട്ടാൽ ആ വ്യക്തിക്ക് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകാതെ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ കഴിയും. 7th വൺ, ഫണ്ടമെന്റൽ റൈറ്റ്സ് പെർമനന്റ് അല്ല. പാർലമെന്റിന് അവ വെട്ടിക്കുറയ്ക്കാനോ റദ്ദാക്കാനോ കഴിയും. പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ, അതായത് ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാതെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. 8th വൺ, നാഷണൽ എമർജൻസിയുടെ സമയത്ത് ആർട്ടിക്കിൾ 20യും 21 ഒഴികെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യാൻ കഴിയും. എന്നാൽ ആർട്ടിക്കിൾ 19 യുദ്ധത്തിന്റെയോ ബാഹ്യ ആക്രമണത്തിന്റെയോ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ കഴിയൂ. അതായത് എക്സ്റ്റേണൽ എമർജൻസി ഉണ്ടാകുമ്പോൾ മാത്രമേ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാൻ കഴിയൂ. 9th വൺ, ആർട്ടിക്കിൾ 31A, 31B, 31C എന്നിവ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രവർത്തന പരിധിയെ ലിമിറ്റ് ചെയ്യുന്നു. 10th വൺ, ആർമി, പാരാമിലിറ്ററി, പോലീസ്, രഹസ്യാന്വേഷണ ഏജൻസികൾ, സമാനമായ സേവനങ്ങൾ എന്നിവയിലെ അംഗങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 33 പ്രകാരം പാർലമെന്റിന് നിയന്ത്രിക്കാനോ റദ്ദാക്കാനോ കഴിയും. 11th വൺ, ഏത് പ്രദേശത്തും സൈനിക നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ആർട്ടിക്കിൾ 34 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ്സ് നിയന്ത്രിക്കാൻ കഴിയും. മിലിറ്ററി റൂൾ അഥവാ മാർഷ്യൽ ലോ നാഷണൽ എമർജൻസിയിൽ നിന്നും വ്യത്യസ്തമാണ്. 12th വൺ, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മിക്കതും നേരിട്ട് നടപ്പിലാക്കാവുന്നവയാണ്. എന്നാൽ അവയിൽ ചിലത് ആർട്ടിക്കിൾ 35 പ്രകാരം പാർലമെന്റ് നിർമ്മിച്ച നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞത്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 12, ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട വിവിധ വ്യവസ്ഥകളിൽ സ്റ്റേറ്റ് എന്ന പദം ഉപയോഗിച്ചു. അതിനാൽ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന് ഡെഫിനിഷൻ നൽകുന്നു. ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്നതിൽ 4 വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു, അതായത് 4 കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ, ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, അതായത് യൂണിയൻ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് വിഭാഗങ്ങൾ. സെക്കൻഡ് വൺ, ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേറ്റർ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. തേർഡ് വൺ, ഓൾ ലോക്കൽ അതോറിറ്റീസ്, അതായത് മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, ഡിസ്ട്രിക്ട് ബോർഡ്സ്, ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് മുതലായവ. ഫോർത്ത് വൺ, ഓൾ അതർ അതോറിറ്റീസ് ലൈക്ക് LIC, ONGC, സെയിൽ എക്സെട്ര. ഇവയെല്ലാം സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. അതായത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓഫ് യൂണിയൻ ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്, ഓൾ ലോക്കൽ അതോറിറ്റീസ് ലൈക്ക് മുനിസിപ്പാലിറ്റീസ്, ഓൾ അതർ അതോറിറ്റീസ് ലൈക്ക് LICs. ഇതെല്ലാം സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഏജൻസികളുടെ നടപടികൾ മൗലികാവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും. സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ സ്റ്റേറ്റിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനമോ ഒരു ഏജൻസിയോ പോലും ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 13, ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സുമായി പൊരുത്തപ്പെടാത്തതോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നിന്ദിക്കുന്നതോ ആയ എല്ലാ നിയമങ്ങളും അസാധുവാണെന്ന് ആർട്ടിക്കിൾ 13 പ്രസ്താവിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഇത് വ്യക്തമായി നൽകുന്നു. അതായത് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു നിയമം വന്നാൽ ആ നിയമം ഭരണഘടനാ വിരുദ്ധവും അസാധുവുമാണെന്ന് പ്രഖ്യാപിക്കാൻ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 ഹൈക്കോടതിക്കും അധികാരം നൽകിയിട്ടുണ്ട്. പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ നടപ്പിലാക്കിയ പെർമനന്റ് ലോസ്, പ്രസിഡന്റോ സ്റ്റേറ്റ് ഗവർണർമാരോ ഇഷ്യൂ ചെയ്ത ഓർഡിനൻസുകൾ പോലുള്ള താൽക്കാലിക നിയമങ്ങൾ, ഓർഡർ, റെഗുലേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പോലുള്ളവ, നോൺ ലെജിസ്ലേറ്റീവ് സോഴ്സസ് ഓഫ് ലോ എന്നിവയെല്ലാം ആർട്ടിക്കിൾ 13ന്റെ പരിധിയിൽ ഉൾപ്പെടും. അതിനാൽ ഈ വിഭാഗങ്ങളിൽപ്പെട്ട ഒരു നിയമം ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കുകയാണെങ്കിൽ കോടതി മുഖേന ആ നിയമം അസാധുവായി പ്രഖ്യാപിക്കാം. കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഒരു നിയമമല്ലെന്നും അതിനാൽ ചോദ്യം ചെയ്യാനാവില്ലെന്നും ആർട്ടിക്കിൾ 13ൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ 1973 കേശവനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാകുന്ന ഒരു മൗലികാവകാശത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ലംഘിക്കുകയാണെങ്കിൽ
അത് ചോദ്യം ചെയ്യാൻ കഴിയുമെന്നും അതിനാൽ ആ അമെൻമെന്റ് അസാധുവായി പ്രഖ്യാപിക്കാമെന്നും സുപ്രീം കോടതി വിധിച്ചു. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്താൽ ആ അമെൻമെന്റിനെ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് കഴിയും. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 14, റൈറ്റ് ടു ഈക്വാലിറ്റി, അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. ആർട്ടിക്കിൾ 14 അനുസരിച്ച് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നിയമത്തിന് മുന്നിൽ തുല്യതയോ നിയമങ്ങളുടെ തുല്യ പരിരക്ഷയോ ഒരു വ്യക്തിക്കും നിഷേധിക്കില്ല. പൗരന്മാരായാലും വിദേശികളായാലും എല്ലാ വ്യക്തികൾക്കും ഈ വ്യവസ്ഥ നൽകുന്നു. മാത്രമല്ല ലീഗൽ പേഴ്സൺസ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകൾ, കമ്പനികൾ, രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലീഗൽ പേഴ്സൺസ് ഇവയൊക്കെ ഈ നിയമത്തിന്റെ പരിരക്ഷയിൽ ഉൾപ്പെടുന്നു. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന ആശയം ബ്രിട്ടീഷ് ഒറിജിനും ഒരു നെഗറ്റീവ് കൺസെപ്റ്റുമാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതും ഒരു പോസിറ്റീവ് കോൺസെപ്റ്റുമാണ്. ഫസ്റ്റ് കൺസെപ്റ്റ്, അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ, പ്രധാനമായും 3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. വ്യക്തികൾക്ക് നൽകുന്ന സ്പെഷ്യൽ പ്രിവിലേജസിന്റെ അഭാവം, നിയമത്തിന് മുന്നിൽ എല്ലാ വ്യക്തികൾക്കും തുല്യമായ വിധേയത്വം, ഒരു വ്യക്തിയും നിയമത്തിന് അതീതമല്ല എന്ന ആശയം, അതായത് ധനികനോ ദരിദ്രനോ ഒഫീഷ്യലോ നോൺ ഒഫീഷ്യലോ എന്ന സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമായിരിക്കും എന്ന ആശയം. രണ്ടാമത്തെ ആശയം ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇതിൽ നിന്നും വ്യത്യസ്തമായി സാഹചര്യം കൂടി കണക്കിലെടുക്കുന്നു. അതായത് തുല്യ സാഹചര്യങ്ങളിലുള്ള ആളുകളെ തുല്യമായി പരിഗണിക്കുന്നു. സിമിലറായ എല്ലാ വ്യക്തികൾക്കും സിമിലർ ലോസിന്റെ ആപ്ലിക്കേഷൻ. ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് എലൈക്ക്, അതായത് ഒരുപോലുള്ളവയെ ഒരു വിവേചനവുമില്ലാതെ ഒരുപോലെ തന്നെ പരിഗണിക്കണം. ഇവിടെ ഇക്വാലിറ്റി ബിഫോർ ലോ എന്നത് നെഗറ്റീവ് കൺസെപ്റ്റായി കരുതുന്നതിന് കാരണം തുല്യരല്ലാത്ത വ്യക്തികളെയും ഡിഫറെന്റ് സർക്കംസ്റ്റൻസിലുള്ള വ്യക്തികളെയും തുല്യരായി കരുതുകയും നിയമത്തിന് മുന്നിൽ ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതിനാലുമാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നത് പോസിറ്റീവ് കൺസെപ്റ്റായി കരുതുന്നതിന് കാരണം ഈക്വലിനെ ഈക്വലായും അൺഈക്വലിനെ അൺഈക്വലായും കരുതുന്നതിനാലാണ്. 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയും പ്രായപൂർത്തിയായ ഒരാളും ചെയ്യുന്ന മിസ്റ്റേക്സിനെ ഈക്വലായി ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ റീസണബിൾ ഡിസ്ക്രിമിനേഷൻ ആണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുകയും വേണ്ട പരിഗണന നൽകുകയും ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം പൂർണ്ണമാവുന്നത്. തുല്യത സ്ഥാപിക്കുന്നതിനാണ് 2 നിയമങ്ങളും ലക്ഷ്യമിടുന്നത്. ഈക്വൽസ് ആൻഡ് അൺഈക്വൽസിനെ വ്യത്യസ്തമായി പരിഗണിക്കുന്നിടത്ത് ആർട്ടിക്കിൾ 14 ബാധകമല്ലെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. ആർട്ടിക്കിൾ 14 ക്ലാസ് ലെജിസ്ലേഷൻ വിലക്കുന്നുണ്ടെങ്കിലും നിയമപ്രകാരം വ്യക്തികൾ, വസ്തുക്കൾ, ഇടപാടുകൾ എന്നിവയുടെ ന്യായമായ വർഗീകരണം ഇത് അനുവദിക്കുന്നു. എന്നാൽ വർഗീകരണം ഏകപക്ഷീയമോ കൃത്രിമമോ ആയിരിക്കരുത്, മറിച്ച് അത് അടിസ്ഥാനമുള്ളതായിരിക്കണം, അതായത് റീസണബിൾ ഡിസ്ക്രിമിനേഷൻ. ഇക്വാലിറ്റി ബിഫോർ ലോ എന്നത് റൂൾ ഓഫ് ലോ എന്ന ആശയത്തിന്റെ ഒരു ഘടകമാണ്. ബ്രിട്ടീഷ് ജൂറിസ്റ്റായ A.V. ഡൈസി ആണ് ഈ ആശയം നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ ആശയം 3 കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഫസ്റ്റ് വൺ, ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ, അനിയന്ത്രിതമായ അധികാരത്തിന്റെ അഭാവം, അതായത് ഏകാധിപത്യ ഭരണം ഇല്ല, നിയമലംഘിതരെ ഒഴികെ മറ്റാരെയും ശിക്ഷിക്കാനാവില്ല. സെക്കൻഡ് വൺ, ഇക്വാലിറ്റി ബിഫോർ ലോ. തേർഡ് വൺ, പ്രൈമസി ഓഫ് റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തിയുടെ അവകാശങ്ങളുടെ പ്രാഥമികത, അതായത് ഭരണഘടന വ്യക്തിഗത അവകാശങ്ങളുടെ സോഴ്സ് ആയിരിക്കുന്നതിന് പകരം കോടതികൾ നിർവചിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ അവകാശങ്ങളുടെ ഫലമായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ. മൂന്നാമത്തേത് ഒഴികെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘടകങ്ങൾ ഇന്ത്യൻ സിസ്റ്റത്തിന് ബാധകമാണ്. ഇന്ത്യൻ സമ്പ്രദായത്തിൽ ഭരണഘടനയാണ് വ്യക്തിഗത അവകാശങ്ങളുടെ സോഴ്സ്. ആർട്ടിക്കിൾ 14 ഉൾപ്പെടുത്തിയിരിക്കുന്ന റൂൾ ഓഫ് ലോ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന സവിശേഷതയാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. അതിനാൽ ഒരു അമെൻമെന്റിലൂടെ പോലും ഇത് നശിപ്പിക്കാൻ കഴിയില്ല. നെക്സ്റ്റ് ഈസ് എക്സെപ്ഷൻസ് ടു ഇക്വാലിറ്റി. ഇക്വാലിറ്റി ബിഫോർ ലോ അബ്സല്യൂട്ട് അല്ല, ചില എക്സെപ്ഷൻസ് ഇതിനുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 361 പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതിയും സ്റ്റേറ്റ് ഗവർണറും ചില കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു, അതായത് ചില ഇമ്മ്യൂണിറ്റീസ് ലഭിക്കുന്നു. ഔദ്യോഗിക അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും രാഷ്ട്രപതിയോ ഗവർണറോ ഒരു കോടതിക്കും ആൻസറബിൾ ആയിരിക്കില്ല. രാഷ്ട്രപതിക്കും ഗവർണർക്കും എതിരെ ഒരു കോടതിയിലും അവരുടെ ഭരണകാലയളവിൽ ക്രിമിനൽ പ്രൊസീഡിംഗ്സ് ഉണ്ടാവില്ല.
പ്രസിഡന്റിനെയോ ഗവർണറെയോ അറസ്റ്റ് ചെയ്യുന്നതിനോ ജയിലിൽ അടയ്ക്കുന്നതിനോ ഒരു നടപടിയും അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ ഒരു കോടതിയിൽ നിന്നും പുറപ്പെടുവിക്കില്ല. നോട്ടീസ് കൈമാറി 2 മാസം കഴിയുന്നതുവരെ ഓഫീസിൽ പ്രവേശിക്കുന്നതിന് മുൻപോ ശേഷമോ പേഴ്സണൽ കപ്പാസിറ്റിയിൽ ചെയ്ത പ്രവൃത്തിക്കെതിരെ പ്രസിഡന്റിനെതിരെയോ ഗവർണർക്കെതിരെയോ സിവിൽ പ്രൊസീഡിംഗ്സിനുള്ള ഒരു നടപടിയും അവരുടെ ഭരണകാലയളവിൽ ഒരു കോടതിയിൽ നിന്നും പുറപ്പെടുവിക്കില്ല. സെക്കൻഡ് വൺ, ആർട്ടിക്കിൾ 361A പ്രകാരം ന്യൂസ് പേപ്പർ, റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ വഴി പാർലമെന്റിന്റെയോ നിയമസഭയുടെയോ ഏതെങ്കിലും നടപടികളുടെ ശരിയായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയും ഒരു കോടതിയിലും സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ നടപടികൾക്ക് വിധേയനാവില്ല. അതായത് മീഡിയാസിൽ വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്കെതിരെ ക്രിമിനൽ അല്ലെങ്കിൽ സിവിൽ പ്രൊസീഡിംഗ്സ് ഉണ്ടാവില്ല. തേർഡ് വൺ, ആർട്ടിക്കിൾ 105 പ്രകാരം പാർലമെന്റ് അംഗം പാർലമെന്റിലോ ബന്ധപ്പെട്ട ഏതെങ്കിലും കമ്മിറ്റിയിലോ പറഞ്ഞ കാര്യങ്ങളിൽ അതുമല്ലെങ്കിൽ നൽകിയ ഏതെങ്കിലും വോട്ട് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു കോടതിയിലും ഒരു നടപടിക്കും ബാധ്യസ്ഥനല്ല. ഫോർത്ത് വൺ, ആർട്ടിക്കിൾ 194 പ്രകാരം സംസ്ഥാന നിയമസഭയിലെ ഒരംഗം നിയമസഭയിലോ ബന്ധപ്പെട്ട ഏതെങ്കിലും കമ്മിറ്റിയിലോ പറഞ്ഞതോ അല്ലെങ്കിൽ നൽകിയ ഏതെങ്കിലും വോട്ട് സംബന്ധിച്ച കാര്യങ്ങളിലോ ഒരു കോടതിയിലും ഒരു നടപടിക്കും ബാധ്യസ്ഥനല്ല. ഫിഫ്ത്ത് വൺ, ആർട്ടിക്കിൾ 31C ആർട്ടിക്കിൾ 14 ഒരു എക്സെപ്ഷൻ ആണ്. ആർട്ടിക്കിൾ 31C വരുന്നിടത്ത് ആർട്ടിക്കിൾ 14 പുറത്തു പോകും എന്ന് സുപ്രീം കോടതി വിലയിരുത്തി. ആർട്ടിക്കിൾ 39 ക്ലോസ് ബി അല്ലെങ്കിൽ ക്ലോസ് സിയിൽ അടങ്ങിയിരിക്കുന്ന DPSP നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനം ഉണ്ടാക്കിയ നിയമങ്ങളെ ആർട്ടിക്കിൾ 14 ലംഘനമായി കാണാൻ കഴിയില്ലെന്ന് ആർട്ടിക്കിൾ 31C വ്യവസ്ഥ ചെയ്യുന്നു. സിക്സ്ത് വൺ, ഫോറിൻ റൂളേഴ്സിനും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും അംബാസഡർമാർക്കും ക്രിമിനൽ സിവിൽ നടപടികളിൽ നിന്ന് പ്രതിരോധം ലഭിക്കുന്നു. സെവൻത് വൺ, UNOയ്ക്കും അതിൻ്റെ ഏജൻസികൾക്കും ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ലഭ്യമാവുന്നു. നെക്സ്റ്റ് ഈസ് Article 15 Prohibition of Discrimination on Certain Grounds. Article 15 Religion, Race, Caste, Sex, Place of Birth എന്നിവ മാത്രം അടിസ്ഥാനമാക്കി ഒരു പൗരനോടും വിവേചനം കാണിക്കരുത് എന്ന് പ്രസ്താവിക്കുന്നു. ഇവിടെ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓൺലി എന്നീ 2 വാക്കുകൾ പ്രാധാന്യം അർഹിക്കുന്നു. ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനം എന്ന വാക്കിന്റെ അർത്ഥം പ്രതികൂലമായ വേർതിരിവ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രതികൂലമായി വേർതിരിക്കുക എന്നതാണ്. ഓൺലി എന്ന പദം ഉപയോഗിക്കുന്നത് റിലീജിയൻ, റേസ്, സെക്സ്, കാസ്റ്റ്, പ്ലേസ് ഓഫ് ബർത്ത് ഒഴികെ മറ്റ് കാരണങ്ങളാൽ വിവേചനം നിരോധിച്ചിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു. അതായത് സബ്സ്റ്റാൻഷ്യൽ ആയ കാര്യങ്ങളിൽ ഡിസ്ക്രിമിനേഷൻ ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 15 രണ്ടാമത്തെ വ്യവസ്ഥ മതം, വംശം, ജാതി, ലിംഗഭേദം അല്ലെങ്കിൽ ജനനസ്ഥലം എന്നിവ മാത്രം അടിസ്ഥാനമാക്കി ഒരു പൗരനും കടകൾ, പൊതു റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, വിനോദത്തിനുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം അല്ലെങ്കിൽ വ്യവസ്ഥ എന്നിവയ്ക്ക് വിധേയമാകില്ലെന്ന് പ്രസ്താവിക്കുന്നു. കൂടാതെ പൂർണ്ണമായോ ഭാഗികമായോ സ്റ്റേറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ച് പരിപാലിക്കുകയോ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി നീക്കിവെക്കുകയോ ചെയ്യുന്ന റോഡ്, പൊതു റിസോർട്ടിന്റെ സ്ഥലങ്ങൾ, കിണറുകൾ, ടാങ്കുകൾ, ബാത്തിങ് ഗട്ട്സ് എന്നിവയുടെ ഉപയോഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം അല്ലെങ്കിൽ വ്യവസ്ഥ എന്നിവയ്ക്ക് ഒരു വ്യക്തിയും വിധേയമാകില്ലെന്ന് പ്രസ്താവിക്കുന്നു. ഈ വ്യവസ്ഥ സ്റ്റേറ്റിന്റെയും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെയും വിവേചനത്തെ തടയുന്നു. അതേസമയം ആദ്യത്തെ വ്യവസ്ഥ സ്റ്റേറ്റിന്റെ വിവേചനത്തെ തടയുന്നു. ആർട്ടിക്കിൾ 14 ചില എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നത് പോലെ ആർട്ടിക്കിൾ 15 4 എക്സെപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് എക്സെപ്ഷൻ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി എന്തെങ്കിലും പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ സ്റ്റേറ്റിന് അനുമതിയുണ്ട് എന്ന് പ്രസ്താവിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്യുക അല്ലെങ്കിൽ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക എന്നിവ ഇതിന് ഉദാഹരണമാണ്. സെക്കൻഡ് എക്സെപ്ഷൻ, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന SC or ST സിറ്റിസൺസിന്റെ പുരോഗതിക്കായി പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ സ്റ്റേറ്റിന് അനുമതിയുണ്ട് എന്നതാണ്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകുന്ന സീറ്റുകളുടെ റിസർവേഷൻ, ഫീസ് ഇളവുകൾ
എന്നിവ ഇതിന് ഉദാഹരണമാണ്. തേർഡ് എക്സെപ്ഷൻ: എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും, അതായത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെ, എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ സ്റ്റേറ്റിന് അനുമതിയുണ്ട് എന്നതാണ്. ഫോർത്ത് എക്സെപ്ഷൻ: സാമ്പത്തികമായി ദുർബലരായ സിറ്റിസൺസിന്റെ മുന്നേറ്റത്തിനായി പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ സ്റ്റേറ്റിന് അധികാരമുണ്ടെന്നതാണ്. കൂടാതെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെ എയ്ഡഡ് ഓർ അൺഎയ്ഡഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനായി അത്തരം വിഭാഗങ്ങൾക്ക് 10% വരെ സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനും സ്റ്റേറ്റിന് അനുവാദമുണ്ട്. നിലവിലുള്ള റിസർവേഷനുകൾക്ക് പുറമെ 10% വരെ ഈ റിസർവേഷൻ ഉണ്ടാകും. ഈ ആവശ്യത്തിനായി എക്കണോമിക്കലി വീക്കർ ആയ വിഭാഗങ്ങളെ കുടുംബ വരുമാനത്തിന്റെയും സാമ്പത്തിക പോരായ്മയുടെയും മറ്റ് സൂചകങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് നോട്ടിഫൈ ചെയ്യും. നെക്സ്റ്റ് ഈസ് റിസർവേഷൻ ഫോർ OBCs ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 2005 93rd അമെൻമെന്റിലൂടെ മേൽപ്പറഞ്ഞ എക്സെപ്ഷൻ ചേർത്തു. ഈ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് കേന്ദ്രം IIT, IIM എന്നിവയുൾപ്പെടെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും OBC വിഭാഗങ്ങളിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്ക് 27% കോട്ട നൽകി 2006 സെൻട്രൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് നടപ്പാക്കി. 2008 ഏപ്രിലിൽ അമെൻമെന്റ് ആക്ട്, OBC കോട്ട ആക്ട് എന്നിവയുടെ സാധുത സുപ്രീം കോടതി ശരിവെച്ചു. എന്നാൽ നിയമം നടപ്പാക്കുമ്പോൾ OBCയിൽ നിന്നുള്ള ക്രീമി ലെയർ അഥവാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളെ ഒഴിവാക്കണമെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. അതായത് OBCയിലെ ക്രീമി ലെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികളുടെ മക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. ക്രീമി ലെയർ കാറ്റഗറീസ് ഏതൊക്കെയെന്ന് നോക്കാം. 1. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജസ്, UPSCയിലെയും SPSCയിലെയും ചെയർമാൻ ആൻഡ് അതിലെ മെമ്പേഴ്സ്, CEC, CAG തുടങ്ങിയ പൊസിഷൻസിൽ ഉള്ള വ്യക്തികൾ തുടങ്ങിയവർ. 2. അഖിലേന്ത്യാ കേന്ദ്ര സംസ്ഥാന സർവീസിലെ ഗ്രൂപ്പ് A ക്ലാസ് 1, ഗ്രൂപ്പ് B ക്ലാസ് 2 ഓഫീസേഴ്സ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് ഓർഗനൈസേഷനുകൾ, സർവകലാശാലകൾ മുതലായവയിലും സ്വകാര്യ തൊഴിൽ മേഖലയിൽ തുല്യ തസ്തികയിലും ഉള്ള ജീവനക്കാർ. 3. ആർമിയിൽ കേണൽ റാങ്ക് അല്ലെങ്കിൽ അതിനു മുകളിൽ ഉള്ള വ്യക്തികൾ, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി വിഭാഗങ്ങളിൽ തത്തുല്യ തസ്തികകളിൽ ഉള്ള വ്യക്തികൾ എന്നിവർ. 4. ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എഞ്ചിനീയേഴ്സ്, ആർട്ടിസ്റ്റ്, ഓതേഴ്സ്, കൺസൾട്ടൻസ് തുടങ്ങിയ പ്രൊഫഷണൽസ്. 5. ട്രേഡ്, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ. 6. ഒരു നിശ്ചിത പരിധിക്ക് മുകളിലുള്ള കാർഷിക ഭൂമി കൈവശമുള്ള ആളുകൾ, നഗരപ്രദേശങ്ങളിലെ ഒഴിഞ്ഞ ഭൂമി അല്ലെങ്കിൽ കെട്ടിടങ്ങൾ കൈവശമുള്ള ആളുകൾ എന്നിവർ. 7. മൊത്തം വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ പരിധിക്ക് മുകളിലുള്ള സ്വത്ത് കൈവശമുള്ള വ്യക്തികൾ എന്നിവർ. മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിലുള്ള വ്യക്തികൾ ക്രീമി ലെയർ വിഭാഗത്തിൽ പെടുന്നു. 1993 ക്രീമി ലെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പരിധി 1 lakh ആയിരുന്നത് 2004 2.5 lakhs, 2008 4.5 lakhs, 2013 6 lakhs, 2017 8 lakhs എന്നിങ്ങനെ പുതുക്കി. നെക്സ്റ്റ് ഈസ് റിസർവേഷൻ ഫോർ EWS ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനുള്ള റിസർവേഷൻ. 2019 103 ഭേദഗതിയിലൂടെയാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയത്. EWS പ്രാബല്യത്തിൽ വരുത്തുന്നതിന് കേന്ദ്ര സർക്കാർ 2019 സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നതിന് 10% സംവരണം നൽകി EWSനായുള്ള ഓർഡർ ഇഷ്യൂ ചെയ്തു. SC, ST, OBC എന്നിവയിൽ നിലവിലുള്ള ഏതെങ്കിലും സംവരണ പദ്ധതികളുടെ പരിധിയിൽ വരാത്ത EWSലെ കുട്ടികൾക്ക് ഈ റിസർവേഷന്റെ പ്രയോജനം ലഭിക്കും. EWSനായി വ്യക്തമാക്കിയ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ്. 1. കുടുംബത്തിന്റെ മൊത്തം വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയുള്ള വ്യക്തികളെ EWSൽ ഉൾപ്പെടുത്തും.
ഗ്രോസ് ആനുവൽ ഇൻകം എന്നതിൽ എല്ലാ സ്രോതസ്സുകളിൽ നിന്നുമുള്ള വരുമാനം ഉൾപ്പെടും. അതായത് സാലറി, അഗ്രികൾച്ചറൽ, ബിസിനസ്, പ്രൊഫഷൻ മുതലായവയിൽ നിന്നുള്ള വരുമാനം. കൂടാതെ അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടു മുൻപുള്ള സാമ്പത്തിക വർഷത്തേക്കുള്ള വരുമാനമായിരിക്കും ആപ്ലിക്കേഷനായി സബ്മിറ്റ് ചെയ്യേണ്ടത്. 2. കുടുംബ വരുമാനം കണക്കിലെടുക്കാതെ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ള ഏതെങ്കിലും സ്വത്ത് കൈവശമുള്ള വ്യക്തികൾ EWSൽ നിന്ന് ഒഴിവാക്കപ്പെടും. അതായത് 5 ഏക്കർ അല്ലെങ്കിൽ അതിന് മുകളിൽ കാർഷിക ഭൂമിയുള്ള വ്യക്തികൾ, 1000 ചതുരശ്ര അടി അല്ലെങ്കിൽ അതിന് മുകളിൽ വിസ്തീർണമുള്ള ഫ്ലാറ്റ് കൈവശമുള്ളവർ, നോട്ടിഫൈ ചെയ്തിട്ടുള്ള മുനിസിപ്പാലിറ്റികളിൽ 100 ചതുരശ്രയടി വിസ്തീർണമുള്ള റെസിഡൻഷ്യൽ പ്ലോട്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ കൈവശമുള്ള വ്യക്തികൾ, നോട്ടിഫൈ ചെയ്യാത്ത മുനിസിപ്പാലിറ്റികൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ 200 ചതുരശ്രയടിയോ അതിന് മുകളിലോ വിസ്തീർണമുള്ള റെസിഡൻഷ്യൽ പ്ലോട്ട് കൈവശമുള്ള വ്യക്തികൾ. ഇവർക്കൊന്നും EWS സംവരണം ലഭ്യമല്ല. 3. EWS സ്റ്റാറ്റസ് നിർണ്ണയിക്കാൻ സ്ഥലമോ പ്രോപ്പർട്ടി ഹോൾഡിംഗ് ടെസ്റ്റോ നടത്തുമ്പോൾ വിവിധ സ്ഥലങ്ങളിലോ വ്യത്യസ്ത സ്ഥലങ്ങളിലോ സിറ്റീസിലോ ഒരു കുടുംബം കൈവശം വെച്ചിരിക്കുന്ന സ്വത്ത് മുഴുവൻ ക്ലബ്ബ് ചെയ്യുന്നതായിരിക്കും. 4. ഈ ആവശ്യത്തിനായി EWS സംവരണത്തിന്റെ ആനുകൂല്യം തേടുന്ന വ്യക്തിയുടെ കുടുംബം എന്നതിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ, 18 വയസ്സിന് താഴെയുള്ള സഹോദരങ്ങൾ, ആ വ്യക്തിയുടെ പങ്കാളി, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവരും ഉൾപ്പെടും. Next is Article 16, Equality of Opportunity in Public Employment. ആർട്ടിക്കിൾ 16 എല്ലാ സിറ്റിസൺസിനും തൊഴിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിന് കീഴിലുള്ള ഏതെങ്കിലും ഓഫീസിലേക്കുള്ള നിയമനത്തിന് തുല്യമായ അവസരം നൽകുന്നു. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ഡിസെന്റ്, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനും ഭരണകൂടത്തിന് കീഴിലുള്ള ഏതെങ്കിലും ജോലിക്കോ ഓഫീസിനോ ഇനെലിജിബിൾ ആവുകയോ ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വരികയോ ചെയ്യില്ല. ഇവിടെ ആർട്ടിക്കിൾ 15 പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിമിനേഷൻസിനൊപ്പം റെസിഡൻസ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലും 4 എക്സെപ്ഷൻസ് പറയുന്നു. അതായത് ആർട്ടിക്കിൾ 16നും 4 എക്സെപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഒരു സംസ്ഥാനത്തിലോ കേന്ദ്രഭരണ പ്രദേശത്തിലോ പ്രാദേശിക അതോറിറ്റിയിലോ മറ്റ് അതോറിറ്റികളിലോ ഉള്ള ചില തൊഴിലുകൾക്കുള്ള വ്യവസ്ഥയായി പാർലമെന്റിന് താമസ സ്ഥലം അത്തരം ജോലികൾക്കായി നിർദ്ദേശിക്കാൻ കഴിയും. 1957 പബ്ലിക് എംപ്ലോയ്മെന്റ് ആക്ട് 1974 കാലഹരണപ്പെട്ടതിനാൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയ്ക്കല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിനും ഇത്തരമൊരു വ്യവസ്ഥയില്ല. സെക്കൻഡ് വൺ, സ്റ്റേറ്റ് സർവീസുകളിൽ വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിന് അനുകൂലമായി നിയമനങ്ങളോ തസ്തികകളോ റിസർവ് ചെയ്യാൻ സ്റ്റേറ്റിന് കഴിയും. തേർഡ് വൺ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസിലെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ ഭരണസമിതിയിലെ അംഗം ആ പ്രത്യേക മതത്തിലോ വിഭാഗത്തിലോ ആയിരിക്കണമെന്ന് നിർദ്ദേശിക്കുവാൻ ഒരു നിയമത്തിന് കഴിയും. ഫോർത്ത് വൺ, സാമ്പത്തികമായി ദുർബലരായ സിറ്റിസൺസിന് അനുകൂലമായി 10% നിയമനങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ ഏർപ്പെടുത്താൻ സ്റ്റേറ്റിന് അനുമതിയുണ്ട്. നിലവിലുള്ള റിസർവേഷന് പുറമേ ആയിരിക്കും ഈ 10% റിസർവേഷൻ. ഈ ആവശ്യത്തിനായി സാമ്പത്തികമായി ദുർബലരായ വിഭാഗങ്ങളെ സമയാസമയങ്ങളിൽ കുടുംബ വരുമാനത്തിന്റെയും സാമ്പത്തിക പോരായ്മയുടെയും മറ്റു സൂചകങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് നോട്ടിഫൈ ചെയ്യും. നെക്സ്റ്റ് ഈസ് മണ്ഡൽ കമ്മീഷൻ ആൻഡ് ആഫ്റ്റർമാത്ത്. 1979 മൊറാർജി ദേശായി സർക്കാർ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 340 അനുസരിച്ച് പാർലമെന്റ് അംഗമായ BP മണ്ഡലിന്റെ അധ്യക്ഷതയിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ അവസ്ഥ അന്വേഷിക്കുന്നതിനും അവരുടെ മുന്നേറ്റത്തിനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷനെ നിയമിച്ചു. 1980 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും 3743 ജാതികൾ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്ക വിഭാഗങ്ങളായി തിരിച്ചറിയുകയും ചെയ്തു. SC/ST ഒഴികെ ജനസംഖ്യയുടെ 52% ഈ വിഭാഗത്തിൽ പെടുന്നു. അതിനാൽ OBC വിഭാഗങ്ങൾക്ക് 27% സർക്കാർ ജോലികൾ സംവരണം ചെയ്യാൻ കമ്മീഷൻ ശുപാർശ ചെയ്തു. അതോടെ
എല്ലാവർക്കുമുള്ള, അതായത് SC, ST, OBC വിഭാഗങ്ങൾക്കുള്ള മൊത്തം സംവരണം 50% 10 വർഷത്തിന് ശേഷം 1990 VP സിംഗ് സർക്കാരാണ് OBCകൾക്കായി 27% സംവരണം സർക്കാർ ജോലികൾക്ക് പ്രഖ്യാപിച്ചത്. നരസിംഹറാവു സർക്കാർ 1991 2 മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവന്നു. ഫസ്റ്റ് വൺ, 27% ക്വോട്ടയിൽ OBCയിലെ ദരിദ്ര വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകുക, അതായത് റിസർവേഷൻ നൽകുന്നതിൽ സാമ്പത്തിക മാനദണ്ഡങ്ങൾ സ്വീകരിക്കുക എന്ന ആശയം. സെക്കൻഡ് വൺ, നിലവിലുള്ള ഏതെങ്കിലും സംവരണ പദ്ധതികളിൽ ഉൾപ്പെടാത്ത ഉയർന്ന ജാതിയിലെ ദരിദ്ര വിഭാഗങ്ങൾക്കായി 10% ജോലികൾ സംവരണം ചെയ്യുക. എന്നാൽ 1992 മണ്ഡൽ കേസിൽ സുപ്രീം കോടതി OBCകൾക്ക് 27% സംവരണം നൽകുന്ന ആർട്ടിക്കിൾ 16 ക്ലോസ് 4ന്റെ ശേഷി പരിശോധിച്ചു. അതിനാൽ ഉയർന്ന ജാതിയിലെ ദരിദ്ര വിഭാഗങ്ങൾക്ക് 10% അധിക സംവരണം കോടതി റിജക്റ്റ് ചെയ്തു. കൂടാതെ ചില കണ്ടീഷൻസോടെ, അതായത് ചില ലിമിറ്റേഷൻസോടെ OBCകൾക്ക് 27% സംവരണം കൊടുക്കുന്നതിന്റെ ഭരണഘടനാ സാധുത കോടതി ശരിവെച്ചു. OBCയിലെ ക്രീമി ലെയർ വിഭാഗങ്ങളെ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കണം. റിസർവേഷൻ ഇനിഷ്യൽ അപ്പോയിന്റ്മെന്റ്സിൽ മാത്രം ഒതുങ്ങണം. പ്രമോഷനുകളിൽ റിസർവേഷൻ ഉണ്ടായിരിക്കില്ല. പ്രമോഷനുകളിൽ ഉള്ള നിലവിലുള്ള റിസർവേഷൻ 5 വർഷത്തേക്ക് മാത്രമേ തുടരാനാകൂ, അതായത് 1997 വരെ മാത്രം. ചില അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ മൊത്തം റിസർവ് ചെയ്ത ക്വോട്ട 50%-ൽ അധികമാവരുത്. ഈ നിയമം എല്ലാ വർഷവും അപ്ലൈ ചെയ്യണം. ബാക്ക്ലോഗ് അഥവാ അൺഫിൽഡ് വേക്കൻസികളുടെ കാര്യത്തിൽ ക്യാരി ഫോർവേഡ് നിയമം വാലിഡ് ആണ്. എന്നാൽ ഇത് 50% ലിമിറ്റ് ലംഘിക്കരുത്. OBC ലിസ്റ്റിൽ അമിതമായി ഉൾപ്പെടുത്തുന്നതും ഉൾപ്പെടുത്താത്തതുമായ പരാതികൾ പരിശോധിക്കുന്നതിന് ഒരു സ്ഥിരമായ ലെജിസ്ലേറ്റീവ് ബോഡി സ്ഥാപിക്കണം. തുടങ്ങിയ കണ്ടീഷൻസ് ആണ് സുപ്രീം കോർട്ട് OBC റിസർവേഷനു വേണ്ടി സജസ്റ്റ് ചെയ്തത്. സുപ്രീം കോടതിയുടെ മേൽപ്പറഞ്ഞ വിധികളുമായി ബന്ധപ്പെട്ട് സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചു. അവ എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, OBCകൾക്കിടയിലെ ക്രീമി ലെയർ വിഭാഗങ്ങളെ തിരിച്ചറിയാൻ രാംനന്ദൻ കമ്മിറ്റിയെ നിയോഗിച്ചു. 1993 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഗവൺമെന്റ് അത് അംഗീകരിച്ചു. സെക്കൻഡ് വൺ, പാർലമെന്റിന്റെ ഒരു നിയമപ്രകാരം 1993 നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് നിലവിൽ വന്നു. തൊഴിൽ സംവരണത്തിനായി പിന്നോക്ക വിഭാഗങ്ങളുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഓവർ ഇൻക്ലൂഷൻ, അണ്ടർ ഇൻക്ലൂഷൻ ഓർ നോൺ ഇൻക്ലൂഷൻ തുടങ്ങിയ പരാതികൾ പരിശോധിക്കുക എന്നതായിരുന്നു കമ്മിറ്റിയുടെ ലക്ഷ്യം. പിന്നീട് 2018 102 ഭേദഗതി നിയമം ഭരണഘടനയിൽ പുതിയ ആർട്ടിക്കിൾ 338B ചേർക്കുകയും കമ്മീഷന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുകയും ചെയ്തു. തേർഡ് വൺ, പ്രമോഷനുകളിലെ സംവരണവുമായി ബന്ധപ്പെട്ട വിധി അസാധുവാക്കുന്നതിന് 1995 77th അമെൻമെന്റ് ആക്ട് നടപ്പിലാക്കി. ആർട്ടിക്കിൾ 16 ഇത് ഒരു പുതിയ വ്യവസ്ഥ ചേർത്തു. സ്റ്റേറ്റിന് കീഴിലുള്ള ഏതെങ്കിലും സേവനങ്ങളുടെ പ്രമോഷനുകളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിനായി സ്റ്റേറ്റ് സർവീസുകളിൽ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കാത്ത SC/ST വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് മുൻഗണന നൽകുവാൻ ഇത് സ്റ്റേറ്റിനെ അധികാരപ്പെടുത്തുന്നു. വീണ്ടും 2001 85ാം ഭേദഗതി നിയമം കോൺസിക്വൻഷ്യൽ സീനിയോറിറ്റി 1995 ജൂൺ മുതൽ പ്രാബല്യത്തിൽ വരുത്തി. SC/ST വിഭാഗങ്ങളിലെ സർക്കാർ ജീവനക്കാർക്ക് സംവരണ നിയമപ്രകാരം ഉള്ള സ്ഥാനക്കയറ്റം സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇത് നൽകുന്നു. ഫോർത്ത് വൺ, 2000 81ാം ഭേദഗതി നിയമത്തിലൂടെ ബാക്ക്ലോഗ് വേക്കൻസിയുമായി ബന്ധപ്പെട്ട നിയമം അസാധുവാക്കപ്പെട്ടു. കൂടാതെ ആർട്ടിക്കിൾ 16 മറ്റൊരു പുതിയ വ്യവസ്ഥ കൂടി ചേർത്തു. ഒരു വർഷത്തിലെ പൂർത്തീകരിക്കാത്ത ഒഴിവുകൾ ഒരു സെപ്പറേറ്റ് ക്ലാസ് വേക്കൻസി ആക്കി തുടർന്നുള്ള ഏതെങ്കിലും വർഷങ്ങളിൽ നികത്താൻ ഇത് സ്റ്റേറ്റിനെ അധികാരപ്പെടുത്തുന്നു. അത്തരം ബാക്ക്ലോഗ് ഒഴിവുകൾ പിന്നീടുള്ള വർഷത്തെ ആകെയുള്ള ഒഴിവുകളുടെ എണ്ണത്തിൽ 50% റിസർവേഷൻ പരിധി നിർണ്ണയിക്കുന്ന ഒഴിവുകളുമായി സംയോജിപ്പിക്കരുത്. അതായത് ബാക്ക്ലോഗ് ഒഴിവുകൾ തുടർന്നുള്ള വർഷത്തിലെ 50% ഒഴിവുകളിൽ ഉൾപ്പെടുത്താൻ പാടില്ല.
അവ സെപ്പറേറ്റ് ആയി തന്നെ കണക്കാക്കണം. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലെ ഫിൽ ചെയ്യാത്ത ഒഴിവുകൾ പിന്നീടുള്ള വർഷത്തെ സംവരണ ഒഴിവുകളിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അവ സെപ്പറേറ്റ് ലിസ്റ്റായി തന്നെ കണക്കാക്കണം. 5th വൺ, 1994 76th അമെൻമെന്റ് ആക്ടിലൂടെ തമിഴ്നാട് റിസർവേഷൻ ആക്ട് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. ഈ ആക്ട് 50% എന്ന പരിധിക്ക് പകരം 69% സംവരണം നൽകിയിട്ടുള്ളതിനാലാണ് 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നവ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്നും ഒഴിവാക്കപ്പെടും. നെക്സ്റ്റ് ഈസ് റിസർവേഷൻ ഓഫ് EWS ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. 2019 103ാം ഭേദഗതി നിയമപ്രകാരം ഈ വ്യവസ്ഥ ചേർത്തു. EWS പ്രാബല്യത്തിൽ വരുത്തുന്നതിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഇന്ത്യ ഗവൺമെന്റിലെ സിവിൽ തസ്തികകളിലും സേവനങ്ങളിലും നൽകി കേന്ദ്ര സർക്കാർ 2019 ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു. SC, ST, OBC എന്നിവയ്ക്കായി നിലവിലുള്ള ഏതെങ്കിലും സംവരണ പദ്ധതികളുടെ പരിധിയിൽ വരാത്ത EWSലെ വ്യക്തികൾക്ക് ഈ റിസർവേഷന്റെ പ്രയോജനം ലഭിക്കും. ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആർട്ടിക്കിൾ 15 പ്രകാരം ഇതിനകം വിശദീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇനിപ്പറയുന്ന എല്ലാ വ്യവസ്ഥകളും നിറവേറ്റുന്ന ശാസ്ത്ര സാങ്കേതിക തസ്തികകളെ ഈ റിസർവേഷന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാം. ബന്ധപ്പെട്ട സർവീസിൽ ഗ്രൂപ്പ് എയിൽ ലോവർ ഗ്രേഡിന് മുകളിലുള്ള പോസ്റ്റുകൾ ആയിരിക്കണം. സയന്റിഫിക് ഓർ ടെക്നിക്കൽ പോസ്റ്റുകൾ 1961 ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഓർഡർ പ്രകാരം ക്ലാസിഫൈ ചെയ്തിരിക്കണം. ഈ ഓർഡർ പ്രകാരം ശാസ്ത്ര സാങ്കേതിക തസ്തികകൾക്ക് നാച്ചുറൽ സയൻസിലോ എക്സാക്ട് ഓർ അപ്ലൈഡ് സയൻസിലോ ടെക്നോളജിയിലോ നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ നിർദ്ദേശിക്കുന്നുണ്ട്. റിസർച്ച് പോസ്റ്റുകൾ ആയിരിക്കണം. അതായത് ഗവേഷണം നടത്തുന്നതിനോ ഗവേഷണം സംഘടിപ്പിക്കുന്നതിനോ മാർഗനിർദ്ദേശം നൽകുന്നതിനോ ഉള്ള തസ്തികകൾ ആയിരിക്കണം. സോ മേൽപ്പറഞ്ഞ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സയന്റിഫിക് ഓർ ടെക്നിക്കൽ പോസ്റ്റുകളിൽ EWS റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഗ്രൂപ്പ് എയിൽ ലോവർ ഗ്രേഡിന് മുകളിൽ ഉള്ള പോസ്റ്റുകൾ, 1961 ഓർഡർ പ്രകാരം ക്ലാസിഫൈ ചെയ്ത പോസ്റ്റുകൾ, റിസർച്ച് പോസ്റ്റുകൾ. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി അഥവാ തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഏതെങ്കിലും രൂപത്തിലുള്ള അതിന്റെ പ്രാക്ടീസിനെ വിലക്കുകയും ചെയ്യുന്നു. തൊട്ടുകൂടായ്മ മൂലം ഉണ്ടാകുന്ന ഏതെങ്കിലും ഡിസബിലിറ്റി നടപ്പിലാക്കുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. 1976 അൺടച്ചബിലിറ്റി ആക്ട് 1955 വ്യാപ്തി വർദ്ധിപ്പിക്കാനും ശിക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കാനും സമഗ്രമായി ഭേദഗതി വരുത്തി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് പുനർനാമകരണം ചെയ്തു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 പ്രകാരം തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിനായി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശത്തെ സിവിൽ റൈറ്റ്സ് ആയി ഈ നിയമം നിർവചിക്കുന്നു. തൊട്ടുകൂടായ്മ എന്ന പദം ഭരണഘടനയിലോ നിയമത്തിലോ നിർവചിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ആർട്ടിക്കിൾ 17 ഉൾക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് അതിന്റെ ലിറ്ററൽ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ സെൻസിൽ തൊട്ടുകൂടായ്മയല്ല, മറിച്ച് രാജ്യത്ത് ചരിത്രപരമായി വികസിപ്പിച്ചെടുത്ത ഒരു പ്രാക്ടീസ് ആണെന്നാണ് മൈസൂർ ഹൈക്കോടതി വിലയിരുത്തിയത്. ചില ജാതികളിൽ ജനിച്ചത് കൊണ്ട് മാത്രം ചില വിഭാഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സോഷ്യൽ ഡിസബിലിറ്റീസ് അഥവാ സാമൂഹിക വൈകല്യങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. അതിനാൽ കുറച്ചു വ്യക്തികളെ സാമൂഹികമായി ബഹിഷ്കരിക്കുന്നതിനോ മതസേവനങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതിനോ ഈ നിയമം അനുവദിക്കില്ല. ആർട്ടിക്കിൾ 17 പ്രകാരമുള്ള അവകാശം സ്വകാര്യ വ്യക്തികൾക്കെതിരെ ലഭ്യമാണെന്നും ഈ അവകാശം ലംഘിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും സുപ്രീം കോടതി വിലയിരുത്തി. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ആർട്ടിക്കിൾ 18 ടൈറ്റിൽസ് നിർത്തലാക്കുകയും ഇക്കാര്യത്തിൽ 4 വ്യവസ്ഥകൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. ഫസ്റ്റ് വൺ, ഒരു പൗരനോ വിദേശിയോ ആയാലും മിലിറ്ററി അല്ലെങ്കിൽ അക്കാദമിക് കാര്യങ്ങളിൽ ഒഴികെ ആർക്കെങ്കിലും ഏതെങ്കിലും ടൈറ്റിൽസ് നൽകുന്നതിൽ നിന്ന് ഇത് സ്റ്റേറ്റിനെ വിലക്കുന്നു. സെക്കൻഡ് വൺ, ഒരു ഇന്ത്യൻ പൗരൻ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ടൈറ്റിൽ അല്ലെങ്കിൽ പദവി സ്വീകരിക്കുന്നതിനെ ഇത് വിലക്കുന്നു. തേർഡ് വൺ,
സ്റ്റേറ്റിന് കീഴിൽ ഏതെങ്കിലും ഓഫീസോ ട്രസ്റ്റോ ഹോൾഡ് ചെയ്യുന്ന ഒരു വിദേശിക്ക് പ്രസിഡന്റിന്റെ സമ്മതമില്ലാതെ ഏതെങ്കിലും ഫോറിൻ സ്റ്റേറ്റിൽ നിന്ന് ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ പദവി സ്വീകരിക്കാൻ കഴിയില്ല. ഫോർത്ത് വൺ, സ്റ്റേറ്റിന് കീഴിൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു പൗരനോ വിദേശിയോ പ്രസിഡന്റിന്റെ സമ്മതമില്ലാതെ ഏതെങ്കിലും വിദേശ രാജ്യത്തു നിന്ന് ഉള്ള ഉപഹാരമോ വേതനമോ അല്ലെങ്കിൽ ഓഫീസോ സ്വീകരിക്കാൻ പാടില്ല. കൊളോണിയൽ സ്റ്റേറ്റ്സ് നൽകിയ മഹാരാജ, രാജ് ബഹദൂർ, റായ് ബഹദൂർ, റായ് സാഹിബ്, ദിവാൻ ബഹദൂർ തുടങ്ങി പാരമ്പര്യമായി പ്രഭുക്കന്മാർക്ക് ലഭിച്ച ടൈറ്റിൽസ് എല്ലാം ഈക്വൽ സ്റ്റാറ്റസ് എന്നതിന് വിരുദ്ധമായതിനാൽ ആർട്ടിക്കിൾ 18 ഈ ടൈറ്റിൽസ് നിരോധിച്ചിട്ടുണ്ടെന്ന് മുകളിൽ പറഞ്ഞവയിൽ നിന്ന് വ്യക്തമാണ്. ഭരത് രത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെയുള്ള നാഷണൽ അവാർഡുകളുടെ ഭരണഘടനാ സാധുത 1996 സുപ്രീം കോടതി ശരിവച്ചിരുന്നു. ഹെറിഡിറ്ററി ആയ ടൈറ്റിൽസ് മാത്രം നിരോധിക്കുന്ന ആർട്ടിക്കിൾ 18 പ്രകാരം ഈ അവാർഡുകൾ അത്തരം ടൈറ്റിൽസിന് തുല്യമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. അതിനാൽ തിയറി ഓഫ് ഇക്വാലിറ്റി എന്നതിൽ മെറിറ്റ് അംഗീകരിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കാത്തതിനാൽ അവ ആർട്ടിക്കിൾ 18 ലംഘിക്കുന്നില്ല. എന്നിരുന്നാലും അവാർഡ് ലഭിച്ചവരുടെ പേരുകളുടെ സഫിക്സുകളോ പ്രിഫിക്സുകളോ ആയി അത്തരം പദങ്ങൾ ഉപയോഗിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. അല്ലെങ്കിൽ അവാർഡുകൾ നഷ്ടമാവും. ഈ ദേശീയ അവാർഡുകൾ 1954 ആരംഭിച്ചത്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി 1977 അവ നിർത്തലാക്കി. എന്നാൽ 1980 ഇന്ദിരാഗാന്ധി സർക്കാർ അവ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു.